ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരുപാട് സന്തോഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും പിന്നെ എൻ്റെ വ്യൂവേഴ്സിനോടും ഒരുപാട് താങ്ക്സ്. സീനാസ് ചോയ്സ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 4K സബ്സ്ക്രൈബേഴ്സും പിന്നെ അതിലൊരു 10 മണിപ്പൂവിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 1 ലാഖിലധികം വ്യൂസും കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമോ എന്നുള്ളത്. ബോട്ടിൽ ഉപയോഗിച്ചിട്ട് വെർട്ടിക്കൽ പില്ലർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 ബോട്ടിലുകളാണ് എടുത്തിട്ടുള്ളത്. 5 ലിറ്റർ, 2 ലിറ്റർ, പിന്നെ 750 ml, അങ്ങനെ 3 ബോട്ടിലുകൾ. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളെ കയ്യിലുള്ള ബോട്ടിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൻ്റെ പകുതി ഭാഗത്തു നിന്ന് മുകളിലോട്ട്, അടിഭാഗത്തേക്കല്ല കേട്ടോ, മുകൾ ഭാഗത്തേക്ക് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് ആണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പകുതിക്കുന്ന അങ്ങോട്ട് മുകളിലോട്ടാണ് കേട്ടോ വേണ്ടത്. ഇത് നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് അങ്ങനെ മുഴുവനായിട്ടും ഹോളിടുക. കുറച്ച് വലിപ്പത്തിലുള്ള ഹോൾ തന്നെ ആവണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ഇങ്ങനെ വലുതായി വരുമ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ രാത്രിയിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. വീട് പണിയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ കിട്ടിയൊരു സമയത്ത് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഡ്രില്ലറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ഹോൾ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ അതൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഒരു പ്രാവശ്യം ചൂടാക്കിയാൽ തന്നെ നമുക്കൊരു പകുതി ഹോൾ ഇടാൻ കഴിയും കേട്ടോ. നല്ല ചൂടായി കഴിഞ്ഞാൽ പകുതിയിലധികം ഹോള് ഒരൊറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ വീഡിയോയിൽ കാണിച്ച പോലെ ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ബോട്ടിലും ചെയ്തെടുക്കുക. പകുതിക്കന്ന് മുകളിലോട്ട് ഹോളിട്ട് കൊടുത്തിട്ട് അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പകുതി ഭാഗം മണ്ണിൽ കമഴ്ത്തി വെക്കാനുള്ളതാണ്, അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. 3 ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ 2 എണ്ണം വെച്ചിട്ടും പിന്നെ ഒരു ബോട്ടിൽ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. 3 ബോട്ടിലാകുമ്പോൾ ഒന്നും കൂടെ ഹൈറ്റ് കിട്ടും. അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല വളർന്ന് വലുതായി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിലും ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അടിഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെറിയ ബോട്ടിലും കൂടെ ചെയ്യുക. ഇപ്പം 3 ബോട്ടിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഒരു ചട്ടിയാണ് കേട്ടോ. കുറച്ച് വലുപ്പത്തിലുള്ള ചെടിച്ചട്ടി തന്നെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം മണ്ണ് നിറച്ച് കൊടുക്കുക. അതിലൊന്നും വേറെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധാ മണ്ണ് മാത്രം മതി. പകുതി ഭാഗം നിറച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഏറ്റവും വലിയ ബോട്ടിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതിലേക്ക് നിറച്ച് കൊടുക്കുന്ന മണ്ണിൽ കുറച്ച് ചകിരിച്ചോറും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ചെരിഞ്ഞിരിക്കുന്നത് പോലെ എന്തെങ്കിലും തോന്നിയാൽ സൈഡിലൂടെ ചെറിയ കല്ലൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ മണ്ണ് ഇതിൽ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി പോകുമൊന്നുമില്ല. പകുതി ഭാഗം മണ്ണായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോട്ടിലും കമഴ്ത്തി വെച്ച് കൊടുക്കണം. എന്നിട്ടാണ് കേട്ടോ സൈഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. 3 ബോട്ടിലും മണ്ണൊക്കെ നിറച്ചിട്ട് സൈഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഹോളിലേക്കും 10 മണിയുടെ തണ്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും വലിപ്പമുള്ള തണ്ടുകളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത്ര വേണമെന്നൊന്നുമില്ല, ഞാനങ്ങനെ മുറിച്ചതാണ്. ഇനി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ തണ്ട് വെച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വളങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് 10 മണിപ്പൂവിന് കൂടുതൽ വളത്തിനൊന്നും ആവശ്യമില്ല. പിന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
പല കളറുകളിലുള്ള തണ്ടുകളായിട്ടാണ് കേട്ടോ ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു കളർ മാത്രമാകുമ്പോൾ ഇത്ര ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം മുഴുവനായിട്ടും തണ്ടൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ ചെരിഞ്ഞ് നിൽക്കുന്ന തണ്ടുകളൊക്കെ നിവർന്ന് വരും. നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ. ഇതിപ്പോൾ അതുപോലെ ആയി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മാസമെങ്കിലും ആവും. എന്നാൽ അത്രയും വളർന്ന് വലുതായി വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വെർട്ടിക്കൽ പില്ലർ തയ്യാറാക്കാൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും അറിയിക്കുക. പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ചാനലിനെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിച്ച നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.